ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവും. ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ ജനം കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാലും സർക്കാരിന്റെ കയ്യിലും പണം ഉണ്ടാവും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അധ്വാനിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. മധ്യ കേരളത്തില് കുറെ വീടും സ്ഥലവും വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ആൾക്കാരില്ല. എല്ലാവരും കേരളത്തിൽ നിന്ന് വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇല്ല. അതായത് ഇവിടെ വലിയ കൊട്ടാരം പോലെയുള്ള വീട് വെച്ച് ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിച്ചു വന്ന പലരും ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്നു. അവരുടെ വൃദ്ധരായ മാതാപിതാക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുമില്ല. അവരും ഇവിടുന്ന് മക്കളോടൊപ്പം പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് നമുക്കറിയാം മധ്യ കേരളത്തിലെ ധാരാളം വീടുകൾ, ഒരുപാട് വീടുകൾ വിൽപ്പനയ്ക്ക്, അതും കുറഞ്ഞ വിലയ്ക്ക് ആഡംബര വീടുകൾ വിൽക്കുന്ന പരസ്യങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വാങ്ങാൻ ആളില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വീടുകൾ വാങ്ങാൻ ആള് വരുന്നില്ല എന്നതിൽ നിന്ന് ഏതൊരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊരു അവസ്ഥയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തകർന്നത്. അതായത് ഒരു കാലത്ത് ഏറ്റവും അധികം ജനങ്ങളെ പണം തിരിമറി നടന്നുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത്. അധ്വാനിക്കുന്ന പണം 1, 2, 3 ലക്ഷം എത്രയായാലും അത് ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരെ ഏൽപ്പിക്കും. അവർ സ്ഥലം വാങ്ങുന്നു, വളരെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു. ആ വിൽക്കുന്നതിന് വലിയൊരു ലാഭം, തരക്കേടില്ലാത്ത വലിയൊരു ലാഭം തന്നെ ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേർ ഇത്തരത്തിൽ പല ബിസിനസ്സുകൾക്കും പണം സ്വീകരിച്ചുകൊണ്ട് ആ ബിസിനസ്സുകൾ ഇനി ഒരു പക്ഷേ ഒരല്പം ഫ്ലോപ്പായാലും അവരുടെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ വേണ്ടി ധാരാളം സ്ഥലങ്ങളും വീടുകളും വില്ലകളും ഒക്കെ വാങ്ങിക്കൂട്ടിയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വാങ്ങിക്കൂട്ടിയവരാണ് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള പെട്ടെന്നുള്ള തകർച്ച കാരണം സാമ്പത്തികമായി കൂപ്പൂത്തി അടിയിലേക്ക് പോയത്. അങ്ങനെ പോയവരിൽ ഇപ്പോൾ അവസാനം വാർത്ത വന്നതാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് കുടുംബം എന്ന് പറയുന്നത്. അവരിന്ന് ജയിലിലാണ്, കുടുംബത്തോടെ ജയിലിലാണ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ, ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ നല്ലൊരു ശതമാനം അവർ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ, വീടുകളിലും അതുപോലെ സ്ഥലങ്ങളിലുമാണ് നിക്ഷേപിച്ചിരുന്നത്. അത് വാങ്ങാൻ ആളില്ലാതെ വന്നപ്പോൾ, അതായത് സ്ഥലം വിറ്റുപോകാതെ വന്നപ്പോൾ ഈ കച്ചവടം കൊണ്ട് മാത്രം അത് മേക്കപ്പ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ നിലവിലുള്ള കച്ചവടത്തിൽ നിന്ന് പണം അധികം തിരിമറി ചെയ്ത് മറ്റുള്ള ലാഭം കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ആ ബിസിനസ് തകരും. അപ്പൊ ബിസിനസ്സും തകരുന്നു, റിയൽ എസ്റ്റേറ്റ് കച്ചവടം തകരും. ഇത് ഒരുപാട് പേരുടെ ജീവിതം തകർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തില് ഇതിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് സ്ഥലം ആൾക്കാർക്ക് ആവശ്യമുണ്ട്. വീട് വെക്കാൻ സ്ഥലം ആവശ്യമുള്ളത് കൊണ്ട് നേരത്തെ പോലെ വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും വീട് വെക്കുന്ന സ്ഥലത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ട്. അതിനാകട്ടെ വിലക്കുറവുമില്ല. എന്നാൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പോ മറ്റു ചാനലുകളിൽ സ്ഥലം വീട് വിൽക്കുന്ന ചാനലുകളിൽ നോക്കുകയാണെങ്കിൽ ഒറ്റപ്പാലം, അതുപോലെ തൃശ്ശൂർ, ആ മേഖലകളിൽ, ചെർപ്പുളശ്ശേരി അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ധാരാളം വീടുകൾ വിട്ടുപോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഇത് വിൽക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബാങ്കിലെ കടമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഭവനരഹിതർ ഇനി ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. സർക്കാരിന്റെ കണക്കിൽ ഇതേ കുറച്ച് വീടുകൾ ഉണ്ടാക്കി തരുന്നു, നിങ്ങളെ ഭവനം ഉള്ളവരാക്കി മാറ്റും, ഭവനരഹിതരായി ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴും ഭവനരഹിതരായ വലിയൊരു വിഭാഗത്തെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചെറിയ തുക മാത്രം ബാങ്കിൽ ലോണായിട്ട് കിടക്കുമ്പോൾ ആ ലോൺ അടയ്ക്കാൻ കഴിയാതെ വലിയ തുകയായി മാറുമ്പോൾ കിട്ടുന്ന വിലയ്ക്ക് അവരുടെ വീടും പറമ്പും വിറ്റ ശേഷം ബാക്കിയുള്ള തുക എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന വലിയൊരു ഭാഗം ഇപ്പോൾ. അത്തരത്തിൽ ഒരുപാട് വീടുകൾ രാറ്റുനോറ്റ് അവർ താമസിച്ചിരുന്ന, യാതൊരു അല്ലലുമില്ലാതെ ജീവിച്ചിരുന്ന ചെറിയ ചെറിയ വീടുകൾ, വലിയ വീടുകളല്ല. യൂട്യൂബ് ചാനലുകളിലൊക്കെ വിൽക്കാൻ വെച്ചിരുന്ന വീടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മിക്കവാറും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വീടുകളാണ്. അവർ കണ്ണിലൂടെയാണ് അവിടെ നിന്ന് ഇറങ്ങുക. കച്ചവടക്കാർ, യൂട്യൂബ് ചാനലുകൾ ഒരുപക്ഷെ അത് ആ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് അത് കേൾക്കുന്നവർക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ പോലും അതിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും, എങ്ങനെയാണ് എന്നുള്ളത്. കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ, വീട്ടിലെ മറ്റു വീട്ടുപകരണങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, ആ ഒരു സാഹചര്യം കാണുമ്പോൾ തന്നെ അവരുടെ ജീവിത നിലവാരം നമുക്ക് മനസ്സിലാവും. അവർ ആ നിലവാരത്തിൽ നിന്ന് വളരെ മോശം നിലവാരത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി സമീപ ഭാവിയിൽ തന്നെ വലിയ ഒരു വിഭാഗം ഭവനരഹിതരായി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കേരളത്തിൽ സാമ്പത്തികമായി ഒരു വളർച്ച ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, സാധാരണക്കാരിലേക്ക് പണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ, സാധാരണക്കാരിലേക്ക് പണം എത്തണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ക്രയവിക്രയങ്ങൾ നടക്കണം, കച്ചവടം നടക്കണം.
എന്തെങ്കിലും ഒരു വ്യാപാരം നാട്ടിൽ നടക്കണം. ഇപ്പോൾ ഓൺലൈൻ വ്യാപാരമാണ് കൂടുതൽ. ഓൺലൈൻ വ്യാപാരമാകുമ്പോൾ അതെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളിൽ കോർപ്പറേറ്റുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുക, സാധാരണക്കാരിലേക്ക് വരുന്നില്ല. പണ്ട് അങ്ങാടിയിൽ കച്ചവടം നടക്കുന്ന സമയത്ത് അവർ അധ്വാനിക്കുന്ന പണം അതേ അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് അങ്ങനെ ലഭിക്കുന്ന പണം ചിലവഴിക്കപ്പെടുന്നത് അതേ അങ്ങാടിയിൽ അതേ നാട്ടുകാരുടെ ഇടയിൽ. ഇങ്ങനെ ഒരു ധനക്കൈമാറ്റം അന്നുണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് അത് കൂടുതലും ഒരു വൺ സൈഡ് ഒഴുക്കാം, വൺ വേ ട്രാഫിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ പണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ വ്യവസായങ്ങളോ വ്യാപാരങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പച്ച പിടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കാതെ വരുമ്പോൾ സർക്കാരിലേക്ക് നികുതി എത്തില്ല. സർക്കാരിലേക്ക് നികുതി എത്താതെ വരുമ്പോൾ സർക്കാരിന്റെ കാര്യങ്ങൾ നടക്കില്ല, സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം നടക്കില്ല, അങ്ങനെ ഒന്നും നടക്കില്ല. തൽഫലമായി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. എന്ത്? ഫീസ്, ചെലവ്, പിഴിച്ചില്. ഇങ്ങനെ ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പ്രാദേശികമായി വ്യവസായ സംരംഭങ്ങളും അതുപോലെ കച്ചവട സംരംഭങ്ങളും ഒക്കെ വളർന്നു വരണം. അതിന് ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങളും ഗവൺമെന്റ് ഓഫീസുകളും ബന്ധപ്പെട്ട അതോറിറ്റികളും ഒക്കെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാവണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാവണം. ഇപ്പോ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. മുഴുവൻ ജനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ പ്രയോജനപ്പെടുത്തണം. അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അധ്വാനിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അധ്വാനിച്ച് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ തീറ്റിപ്പോറ്റേണ്ട ഒരു ഗതികേടിലാണുള്ളത്. ഇങ്ങനെ അധ്വാനിച്ച് തീറ്റിപ്പോറ്റുന്നവർ അവരുടെ സമ്പാദ്യം എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ, കച്ചവടമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിവിടെ നിവൃത്തിയില്ല, അതിനൊരു സംരംഭമില്ല. അങ്ങനെ വരുമ്പോൾ ആ പണം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മുതലാളിമാർക്ക് ഇൻവെസ്റ്റ് ചെയ്യും, സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പണം കൂട്ടിവെച്ച് ആ കൂട്ടുന്നത് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ലാഭം കൊടുക്കാനൊന്നും പറ്റില്ല. അവർ കച്ചവടത്തിലേക്ക് ഇറക്കണം. അപ്പോൾ കച്ചവടം ലാഭത്തിൽ വരണം. കച്ചവടത്തിലെ ലാഭം പോരാതെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് മറ്റു മേഖലകളിലൊക്കെ അവർ പണം നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുന്ന പണം ആ മേഖല ഏതെങ്കിലും ഒരു മേഖല തകരുമ്പോൾ സ്വാഭാവികമായി പിന്നെ തിരിച്ചു വരാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ നിക്ഷേപകരെല്ലാം ഒരുമിച്ച് വരും. അവരുടെ ധാരണ ഈ പണമെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിവെച്ചേക്കാണ്. അങ്ങനെ കൂട്ടിവെച്ചെന്ന് എടുത്ത് കൊടുക്കാൻ കഴിയും ഇല്ല. കാരണം അത് പല മേഖലകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള നിക്ഷേപം പൊടുന്നനെ പിൻവലിക്കുമ്പോൾ വലിയ നഷ്ടം വരും. അങ്ങനെ വരുമ്പോൾ അത് ഏത് സംരംഭമാണ് ആരാണ് നടത്തുന്നതെങ്കിലും അവർ സാമ്പത്തികമായി വളരെ വലിയ ഒരു തകർച്ചയിലേക്ക് വീഴും. അതാണ് ഇപ്പോൾ കേരളത്തിൽ വീണുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ നിന്നുള്ള വലിയ കൊഴിഞ്ഞുപോക്ക്. കേരള ജനത, പുതിയ തലമുറ പ്രത്യേകിച്ചും കേരളം വിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ കേരളത്തിലെ നിലവിലുള്ള ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല. ഏതൊരു വ്യക്തിയെ നമ്മൾ ചോദിച്ചാലും, ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും പണമില്ല, അവരുടെ കയ്യിൽ പണമില്ല, എല്ലാവരും കടമാണ് എന്ന ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാവരുടെ കയ്യിലും പണമില്ല എന്നുണ്ടെങ്കിൽ ഈ പണമെല്ലാം ഇവിടെ പോയി. അപ്പോൾ ഈ പണം ഇല്ലാഞ്ഞിട്ടല്ല, സാധാരണക്കാരുടെ ഇടയിൽ നാട്ടിൻപുറത്ത് അടക്കം എല്ലാ മേഖലയിലും ഒരു അങ്ങാടിയിൽ റൗണ്ട് ചെയ്യണം, കിടന്ന് കറങ്ങണം. അങ്ങനെ കറങ്ങുമ്പോഴാണ് അവിടെ എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാകുന്നത്. ഒരു ആഹാര ശൃംഖല എന്ന ഒരു സംഭവം പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും പുല്ലിൽ വരും എന്ന് പറയുന്നത് പോലെ ഒരു ശൃംഖലയുണ്ട്. ആ ശൃംഖല നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ വിഷയം. മുമ്പ് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. വലിയ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ നാട്ടിൻപുറത്തെ കച്ചവടം കുറയും, നാട്ടുകാർ ദുരിതത്തിലാവും. അന്ന് അത് പലർക്കും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് അത് മനസ്സിലായി തുടങ്ങി. കുറെ കാലം മുമ്പ് ഉള്ള ഏതെങ്കിലും അങ്ങാടികൾ, ആ അങ്ങാടികളിലേക്ക് ഇന്ന് ചെല്ലുമ്പോൾ ആ അങ്ങാടിയിൽ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ ആ സ്ഥാപനങ്ങൾ കച്ചവടമില്ല. വലിയ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ആ ബിൽഡിങ്ങുകൾ ഇന്നുള്ളവരെല്ലാം നാളെ കച്ചവടം ചെയ്യുന്നത്. വാടക കൊടുക്കാൻ തികയുന്നില്ല. അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ സർക്കാർ കുത്തനെ കൂട്ടിയിട്ടുള്ള ഫീസുകൾ. വാടക നിരക്കിലും അല്ലാതെയും ഒക്കെ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ വരുമ്പോൾ ഫീസ് വേറെ വരുന്നുണ്ട്. അതായത് എല്ലാ വിധത്തിലുള്ള ഫീസും സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ആകെ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. ഇവിടെ വ്യവസായം നടത്തുന്നവരെ, ഇവിടുത്തെ സാമ്പത്തിക സുസ്ഥിരത, ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നവരെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. സർക്കാരുമില്ല, ആരുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനും അതുപോലെ ഭരിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോകാനും അധ്വാനിക്കുന്ന 3.5 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് അവർക്ക് വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്ന പണം മുഴുവൻ അവർക്ക് വേണ്ടിയായതുകൊണ്ട് തന്നെ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരുടെ കയ്യിൽ പണമില്ലാത്തത്. ഇവിടെ ഉള്ളവരുടെ കയ്യിൽ പണം വേണമെന്നുണ്ടെങ്കിൽ, ഈ നാട്ടുകാരുടെ കയ്യിൽ, മലയാളികളുടെ കയ്യിൽ പണം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സർക്കാരും
അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. മുമ്പ് അങ്ങനെയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകും. ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ ജനം കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാലും സർക്കാരിന്റെ കയ്യിലും പണം ഉണ്ടാകും. ആ പണം എടുത്തുകൊണ്ട് ഇവർക്ക് ശമ്പളം കൊടുക്കാനും സർക്കാരിന്റെ കാര്യങ്ങൾ നടത്താനും ഒക്കെ പറ്റും. പക്ഷെ ഇവിടെ സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല. ഉള്ള പണമാകട്ടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ ഭരണ നേതൃത്വവും പിടിച്ചെടുത്തുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചും പോകുന്നു. അപ്പോൾ ഇവിടെ സുഭിക്ഷമായി ജീവിക്കുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും അതല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയും മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ, കച്ചവട സംരംഭങ്ങൾ ഇവിടെ വളർന്നു വന്നേ പറ്റും. അതിനെ നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളാണ് ഇവിടെ എടുക്കേണ്ടത്. അത്തരത്തിൽ നടപടികൾ ഉണ്ടാകണം. പഴയതുപോലെ ഇവിടെ കച്ചവടം നടക്കണം, വ്യാപാരം നടക്കണം. ആ വ്യാപാരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ പണമുണ്ടാകും. അങ്ങനെ പണമുണ്ടാകുമ്പോൾ അവിടെ മറ്റു മേഖലകളും വികസിക്കും. മറ്റു മേഖലകളിലും വാങ്ങൽ വിൽക്കൽ ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് മേഖല എന്നല്ല, ഏത് മേഖലയിലും കച്ചവടം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എല്ലായിടത്തും പണം ഉണ്ടാവും. വലിയ പണമില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവരുടെ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവിടേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റും. പക്ഷെ ഇത് ആരോടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്നതാണ് പ്രശ്നം. അത് മനസ്സിലാക്കുന്ന ഒരു സർക്കാരും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനവും അതിനുവേണ്ടി പണിയെടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥരും ഉണ്ടാകാതെ ഇതൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒന്ന് സ്വപ്നം കാണാൻ പോലും മലയാളിക്ക് പറ്റുകയുമില്ല.